ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വടയാണ്. മുളപ്പിച്ച ചെറുപയർ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്, സ്പ്രൗട്ടഡ് മൂങ് ദാൽ. അപ്പം നമ്മൾ പയർ മുളപ്പിക്കുക. അതിൻ്റെ പ്രോസസ്സ് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. പയർ വെള്ളത്തിലിട്ട് ഒരു തലേദിവസം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം അതൊരു തോർത്തിനകത്ത് കെട്ടിവെച്ച് ഏതെങ്കിലും തുണിക്കകത്ത് കെട്ടിവെച്ച് ഒരു ദിവസം ഫുൾ അങ്ങനെ വെട്ടമില്ലാത്ത രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് സ്പ്രൗട്ടായി കിട്ടും. ഇനി അതൊരു ചോപ്പറിലേക്കിട്ട് ചോപ്പ് ചെയ്ത് എടുക്കുക. ഒത്തിരി അരിഞ്ഞു പോകാൻ പാടില്ല. പിന്നീട് അതിനകത്തിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ഒരു 2 ക്യാരറ്റ്, ഒരു വലിയ ഉള്ളി, പിന്നെ ഇഞ്ചി, ചോപ്പ് ചെയ്ത ഇഞ്ചി, പിന്നെ 3-4 പച്ചമുളക്, പിന്നെ അതിലേക്ക് മസാലയായിട്ട് ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൗഡർ ഇവയെല്ലാം ചേർത്ത് അതിലേക്ക് നമുക്ക് പൊടിച്ച കുറച്ച് ഓട്സും കൂടെ ഏകദേശം 1 കപ്പോളം പൊടിച്ച ഓട്സും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഞാനിത് മിക്സ് ചെയ്ത സമയത്ത് അത് നമ്മളുടെ വടയുടെ രൂപത്തിലാവുന്നില്ലായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കടലമാവ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഉപയോഗിച്ചത് കടലമാവ് ഇല്ലാഞ്ഞതുകൊണ്ട് മൈദമാവാണ്, പക്ഷേ കടലമാവായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. അങ്ങനെ നമ്മൾ ഇത് ഒരു വടയുടെ ഷേപ്പിൽ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ പാന് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് ഇനി ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വട നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കും. നമ്മൾ ഡീപ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്യുക. എന്നിട്ട് തിരിച്ചിടുക. അതുപോലെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെ നമ്മളുടെ വടകളെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മൂങ് ദാൽ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പുറമെല്ലാം നല്ല ക്രിസ്പിയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ കൂടെ കഴിക്കാനായിട്ട് ഒരു റൈത്ത ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ടേസ്റ്റ് വരാൻ വേണ്ടി കുറച്ച് മിക്സ്ചറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ. അപ്പോൾ നമ്മളത് എടുക്കുക. സോ ഗുഡ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you later.